ഹായ് ഹലോ രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാനായിട്ട് വന്നത് ഈ നമ്മളെ നരയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ. എല്ലാവർക്കും കെമിക്കൽ ഡൈ ഉപയോഗിക്കാൻ പറ്റണില്ല. അപ്പോൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കാത്ത ആൾക്കാർക്കുള്ളൊരു മരുന്നാണെന്ന് അമ്മ പറഞ്ഞുതരാൻ പോണത്. അതൊരു ഡൈ അല്ല കേട്ടോ, ഒരു എണ്ണയാണ്. അപ്പൊ എണ്ണ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് കൂടാതെ ഉപയോഗിക്കാം. ഡൈ ആകുമ്പോൾ നമുക്ക് കഴുകി കളയാൻ വല്ലാതെ ബുദ്ധിമുട്ടണം അല്ലേ. അപ്പൊ നമുക്കൊരു എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം വേണ്ട എന്താന്ന് പറയാം. അപ്പൊ വീഡിയോയിലേക്ക് കടക്കണതിന്റെ മുന്നേ ആദ്യം തന്നെ പറയാണ്, എല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം. പിന്നെ കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ. എന്നാൽ പുതിയ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ തന്നെയാണ് ഞാൻ ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരിലേക്കും അത് എത്തണമെങ്കിൽ ബെല്ലൈക്കൻ അമർത്തണം കേട്ടോ. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എല്ലാവരും ഒന്ന് അമർത്തണം. എന്നെക്കാളും വിവരമുള്ളവരാണ് നിങ്ങൾ, എന്നാലും ഞാൻ പറഞ്ഞത് മാത്രം മറക്കണ്ട വിചാരിച്ചിട്ട് കേട്ടോ. ചിലർ ചോദിക്കുന്നുണ്ട് എന്താ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനൊന്നും പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട് എന്നോട്. എൻ്റെ കൂട്ടുകാരികളെ, ചില സബ്സ്ക്രൈബേഴ്സാ ചോദിക്കണത് കേട്ടോ. അപ്പൊ സ്വകാര്യത്തിലുള്ള ചോദ്യമാണ്, അത് പരസ്യമായിട്ടല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. നിങ്ങൾ എല്ലാവരും ഇനി അത് ശ്രദ്ധിച്ചോട്ടെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക്. അതിന് നമ്മൾ ഈ എണ്ണയെ പറ്റി പറഞ്ഞല്ലോ, അത് എന്താ സാധനം എന്ന് നമ്മൾ പറഞ്ഞുതരാം. കണ്ടോ, ഇത് നമ്മളെ കടുകെണ്ണയാണ്. ആദ്യം വേണ്ട സാധനം കടുകെണ്ണ. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര എണ്ണ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നതാ കേട്ടോ. അപ്പൊ നിങ്ങളൊരു 200 ഗ്രാം എണ്ണ എടുത്തോളൂ. 200 ഗ്രാം എണ്ണ എടുത്തോളൂ. അത് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മ പറഞ്ഞുതരാവേ. പിന്നെ നമ്മളിതാ മഞ്ഞൾപ്പൊടിയാണ്. അതിലേക്ക് നിങ്ങളൊരു 1-2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെന്താ ചെയ്യേണ്ടതെന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഇതൊക്കെ ഓരോന്നിനും ഉപയോഗിച്ച് കഴിഞ്ഞതാണ്. നിങ്ങൾ 2 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തോളൂ 200 എണ്ണയിലേക്ക്. അപ്പൊ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു അടികട്ടിയുള്ള ചട്ടി എടുക്കുക. ആ അടികട്ടിയുള്ള ചട്ടിയിലേക്ക് ഇതൊന്ന് 2 സ്പൂണ് മഞ്ഞൾപ്പൊടി 2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ചൂടാകുന്ന വരെ ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇതൊരു ലൈറ്റ് കറുപ്പ് വരുന്ന വരെ ഇളക്കുക. ഒരു ലൈറ്റ് കറുപ്പ് കളർ വരണം, അതുവരെ ഇങ്ങനെ നമ്മൾ ഇളക്കുക. എന്നിട്ട് നമ്മൾ ഇതിന്ന് 200 ഗ്രാം എണ്ണ, ഇതാ ഈ കടുകെണ്ണ 200 ഗ്രാം എണ്ണ നിങ്ങൾ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് നല്ല ചൂടായി എന്ന് കാണുമ്പോൾ തീ ഓഫ് ചെയ്തോളൂ. ഈ മഞ്ഞൾപ്പൊടി കറുത്തതിന്റെ ശേഷം. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട്. അല്ലെങ്കിൽ ആദ്യം എണ്ണ അടുപ്പത്ത് വെക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ നിങ്ങൾ 2 സ്പൂണ് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. മഞ്ഞൾപ്പൊടി കറുത്ത കളർ വരുന്ന വരെ ഇളക്കണം. അപ്പൊ നല്ല കടും ചൂടായാലാണ് ഇത് കറുത്ത കളർ വരും. അതുവരെ ഇളക്കിയതിന്റെ ശേഷം തീ നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് തണുത്തിട്ട് നമ്മൾ അരിച്ചിട്ട് ഒരു ബോട്ടിലിൽ, എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ ആക്കി വെച്ചോളൂ. ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിന്റെ വേണമെന്നില്ല. നിങ്ങളുടെ അടുത്ത് ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ ഏറ്റവും സൗകര്യം. ഇത് കുറച്ച് ദിവസമുണ്ടല്ലോ, 200 ഗ്രാം 200 എണ്ണ പറയുന്നില്ല 200. അപ്പോൾ അത് കുറച്ച് ദിവസമുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ തന്നെ തണുത്തതിന് ശേഷം ആക്കി വെച്ചോളൂ. കൂട്ടത്തിൽ അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു 2 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടി അതിൽ പൊട്ടിച്ചൊഴിക്കുക. ചെറുതായിട്ടൊരു സൂചിപ്പിന്നോണ്ട് ഒരു കുത്തു കൊടുത്താൽ മതി. 1-2 തുള്ളിയെ ചാടുള്ളൂ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കുലുക്കിയതിന്റെ ശേഷം അതങ്ങനെ വെച്ചോളൂ. ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഏത് എണ്ണ തേച്ച് കുളിക്കണോ ആ എണ്ണ സുഖമായിട്ട് തലയിൽ തൊട്ട് പരത്തിയതിന്റെ ശേഷം വേണം നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട്. ഇത് നമ്മൾ തലയിൽ നിന്നിട്ട് ഈ നമുക്ക് എവിടെയൊക്കെ നമുക്ക് നര ഉണ്ടോ വെച്ചാൽ അത് എല്ലായിടത്തും തേക്കണം എന്നില്ല. നരയുള്ള ഭാഗങ്ങളിൽ മാത്രം നമ്മളിത് കയ്യിലേക്ക് എടുത്തിട്ട് അവിടെ തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ഈ എണ്ണയ്ക്ക് കറുത്ത കളർ വന്നിട്ടുണ്ടാവും. മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ കറുപ്പിക്കുക. കാരണേ അത് നമുക്ക് തലയ്ക്ക് ദോഷമൊന്നുമില്ല കേട്ടോ, പേടിക്കൊന്നും വേണ്ട. എല്ലാവരും തേക്കുന്നുണ്ട് അത്. അപ്പൊ മഞ്ഞപ്പൊടി ഇട്ട എണ്ണ നമ്മൾ ആ നരയുള്ള ഭാഗത്ത് നന്നായി തേച്ച് പിടിപ്പിച്ചതിന്റെ ശേഷം നമ്മൾ അരമണിക്കൂർ വെച്ചതിന്റെ ശേഷം നമ്മൾ സാധാ വെള്ളത്തിൽ ആദ്യം ഒന്ന് കഴുകിയ ശേഷം നമ്മൾ ചെമ്പരത്തിത്താളിയോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പുവോ ഉലുവത്താളിയോ ഏതെങ്കിലും താളി തേച്ചിട്ട് നമ്മൾ ആ എണ്ണ കഴുകി കളയണം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് പുരട്ടിയ എണ്ണയും ഇപ്പൊ രണ്ടാമത് മുടി കറക്കാൻ വേണ്ടി തൊട്ട് പുരട്ടിയ എണ്ണയും കൂടി ആകുമ്പോൾ നമ്മുടെ തലയിൽ കുറച്ചധികം ഓയിൽ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നിങ്ങൾ ഇത് ഡെയിലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഈ എണ്ണ നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം തേച്ചാൽ മതി കേട്ടോ. ഡെയിലി താളി തേക്കാൻ സൗകര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഷാമ്പു തേക്കാൻ സൗകര്യമുള്ള ആൾക്കാർ ഇത് ഡെയിലി തേച്ചോളൂ. അതിനും കുഴപ്പമില്ല കേട്ടോ. ഇത് നിങ്ങളൊരു 3 മാസം തുടർച്ചയായിട്ട് തേച്ചാൽ നിങ്ങളുടെ മുടി, വെളുത്ത മുടി മുഴുവനും കറുത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാം. അത് അനുഭവം കൊണ്ട് പറയുകയാണ്. കറക്കണുണ്ട് 3 മാസം തുടർച്ചയായിട്ട് ചെയ്താലേ കറക്കണുള്ളൂ. അത് ഒന്നരാടം തേച്ചാലും വേണ്ടില്ല, ആഴ്ചയിൽ 2 ദിവസം തേച്ചാലും വേണ്ടില്ല. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒരു 2 മാസം അങ്ങോട്ട് അളവ് പോകണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് എല്ലാവരും ചെയ്തു നോക്കണം. ഇത് ചെയ്തു നോക്കിയാൽ പോരാ, ഇതിന്റെ റിസൾട്ടൊക്കെ എന്നോട് വന്ന് കമന്റ് ബോക്സിൽ പറയും വേണം കേട്ടോ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.